നമസ്കാരം. ബിഗ് ബോസും കഴിഞ്ഞു. ബിഗ് ബോസിൻ്റെ സീസൺ 7 കഴിഞ്ഞു. 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞു കപ്പം കൊണ്ട് ആൾക്കാർ പോയി. ഇത് കഴിഞ്ഞിട്ടും ഇവരെന്താണ് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ ഭയങ്കര ഗെയിമറായിരുന്നു എന്നൊക്കെ പറയുന്നിട്ട് കുറച്ച് ആൾക്കാർ പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അത് മനസ്സിലാവുമല്ലോ. ഓക്കെ, അതിനകത്തുള്ള നല്ല ഗെയിമേഴ്സ് ആരുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാം കുറേ മണ്ടന്മാരുടെ സീസണായിരുന്നു ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. കഴിഞ്ഞ സീസണും അത് തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ 2 ആഴ്ച എന്ന സിബിൻ മാത്രമേ ഉള്ളായിരുന്നു നല്ലൊരു ഗെയിമർ എന്ന് പറയാനായിട്ട്. അതിനകത്തൊരു എല്ലാ ക്വാളിറ്റിയും ഉള്ള. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ഇന്നലെ ലങ്കേര് ഡോക്ടർ റോയ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അങ്ങനെ കാല് പോയി പിടിക്കുന്ന ഒരുത്തനെ കണ്ടത്. അവനാണ് എന്തോ വലിയ ഗെയിമറാണെന്നോ എനിക്ക് അവൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അവന് 10 ലക്ഷം രൂപ കൊടുത്തു. എന്ത് സാധാരണക്കാരനാണെന്ന് മനസ്സിലാവും. സർക്കാർ ജോലിയുള്ള, അത്യാവശ്യം ഭേദപ്പെട്ടൊരു കുടുംബത്തിൽ ജനിച്ച, 2 നില വീടുള്ള, കാറുള്ള, ഏക്കറുകണക്കിന് വസ്തുവുള്ള, എന്താ പറയുക, സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളൊന്നുമല്ല, നല്ല അത്യാവശ്യം ഭേദപ്പെട്ടൊരു വീട്ടിൽപ്പെട്ട ഒരാൾ. അയാൾ എന്ത് സാധാരണക്കാരനാണെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ സീസൺ 1 വന്ന അരിസ്റ്റോ സുരേഷ് അങ്ങേരൊരു സാധാരണക്കാരനായിരുന്നു. അങ്ങേര് സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. പിന്നെ കഴിഞ്ഞ അഖിൽമാരൻ്റെ സീസണിലുണ്ടായിരുന്ന ഗോപിയ, അവർ കോമണറാണെന്ന് സമ്മതിക്കാം. അനീഷ് കോമണറാണെന്ന് പറഞ്ഞെന്ന വാദത്തിനോട് യോജിപ്പേയില്ല. അനീഷിനോടുള്ള വില, അനീഷിന് പോയത് ഒന്നാമത് മറ്റേ അവസാന നിമിഷം കൊണ്ടുവന്ന് അവളെ പ്രപ്പോസ് ചെയ്തത്, അവിടെ അവൻ്റെ വില പോയി. അങ്ങനെയാണ് അവന് വോട്ട് കുറയാൻ കാരണം. അതാണ് ജെനുവിൻ സംഭവം. PR മാങ്ങാ തേങ്ങ പറഞ്ഞിട്ട് ആൾക്കാർക്ക് കോമണായിട്ട് ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു താല്പര്യക്കുറവുള്ള സംഭവം അവിടെയാണ്. ഇതേ സെയിം സാധനമാണ് സീസൺ 4 റോബിൻ വർക്കൗട്ട് ചെയ്തത്. ബ്ലെസ്ലി അവസാനം കൊണ്ട് കലവടച്ച്. ബ്ലെസ്ലിക്ക് ആദ്യമേ അവളെ ഇഷ്ടമായിരുന്നെന്ന് പറയുന്നുവെങ്കിലും അവസാനത്തെ കുറച്ച് ദിവസങ്ങളായപ്പോൾ വല്ലാണ്ട് അവിടെ പുറകെ നടക്കാൻ തുടങ്ങി. ഞാൻ ബ്ലെസ്ലി തോറ്റു, അല്ലെ ബ്ലെസ്ലി ജയിക്കേണ്ട സീസണാണ്. സെയിം അതുപോലെ തന്നെ അനീഷും അവസാനം കൊണ്ട് കലവടച്ചതാണ്. പക്ഷെ ഇതിലൊക്കെ അനീഷിൻ്റെ വ്യക്തിത്വം കൊണ്ട് കളഞ്ഞത് ഡോക്ടർ റോയുടെ കാലുപോയി പിടിച്ചപ്പോഴാണ്. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട്. അനീഷിൻ്റെ 10 ലക്ഷം രൂപയൊക്കെ വലിയ എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല.